ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് അരുണാചലാണ്. ഹിമാലയൻ പർവ്വതനിരകൾ ഇവിടത്തെ ഭൂപ്രകൃതിക്ക് സവിശേഷമായ ആകൃതിയാണ്. അനേകം നദികളാൽ സമ്പന്നമാണ്, പ്രത്യേകിച്ച് ബ്രഹ്മപുത്ര നദിയുടെ തീരങ്ങൾ. അരുണാചലിൽ വിവിധ വർഗ സമൂഹങ്ങൾ താമസിക്കുന്നു. 26 മുതൽ 30 വരെ പ്രാഥമിക ഗോത്ര സംഘങ്ങളും 100-ലധികം ഉപഭാഷകളും നിലനിൽക്കുന്നു. അരുണാചലിലെ പ്രധാനപ്പെട്ട സഞ്ചാര കേന്ദ്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് തവാങ്, പിന്നെ സിയാങ് നദി, പിന്നെ നബ്ദാഫ ദേശീയ ഉദ്യാനം. തവാങ് എന്ന് പറയുമ്പം ഒരു പുരാതന ബുദ്ധമഠം, സമാധാനത്തിന്റെ ചിഹ്നമാണ്. സിയാങ് നദി റാഫ്റ്റിംഗ്, കയാക്കിംഗ് എന്നിവയ്ക്ക് പ്രസിദ്ധമാണ്. നംദാഫ ദേശീയ ഉദ്യാനം പ്രണയഭംഗിയായ വന്യജീവികളുടെ കേന്ദ്രം. അങ്ങനെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ടണൽ പാസ് ചെയ്യാനാണ്. ആ ടണലിന്റെ പേര് വന്നിട്ട് നച്ചിപ്പൂ തുരങ്കം. അരുണാചൽ പ്രദേശത്തിലെ വെസ്റ്റ് കമങ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുരങ്കമാണിത്. ഇത് BRO അഥവാ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിർമ്മിച്ചിരിക്കുന്നതും തവാങ് മേഖലയിലേക്ക് പോകുന്ന റദ്ദ പ്രഗതി പ്രൊജക്ടിന്റെ ഭാഗവുമാണ്. ദൈർഘ്യം ഏകദേശം 500 മീറ്റർ ആണ്. ഈ തുരങ്കം 27,500 അടി ഉയരത്തിലുള്ള നെച്ചിപ്പൂ പാസ് കടക്കുന്നത് ലളിതമാക്കുകയും വർഷം മുഴുവൻ ഗതാഗതം സാധ്യമാക്കുകയും ചെയ്യുന്നു. കൂടാതെ കടുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ, അതായത് മഞ്ഞ് വീഴ്ച, മൂടൽമഞ്ഞ്, ഈ ഒരു ആവശ്യങ്ങളിൽ സൈനിക സഞ്ചാരവും സാധാരണ ഗതാഗതവും എളുപ്പമാക്കുക എന്നത് കൂടാതെ ഇത് ഭാരത ചൈന അതിർത്തി പ്രദേശങ്ങളിലേക്ക് സൈനിക സഹായത്തിനും വികസനത്തിനും ഒരുപാട് സഹായകമായ ഒരു നിർമ്മാണമാണെന്നതാണ് പ്രധാനമായ നിർവചനം. നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് എത്തിയേക്കുവാണ്. ഇറ്റ്സ് സിമ്പിൾ തൂക്കുപാലം. നോക്കാം, കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ പോകുന്നു, ആസ്വദിക്കുന്നു. നല്ലൊരു വ്യൂ ആണ്. Oh my God, നിങ്ങളത് കാണുന്നുണ്ടോ? അവിടുത്തെ ഒരു റോഡിന്റെ പണി കാരണം നമുക്ക് 8ന്റെ പണി കിട്ടിയായിരുന്നു. ആ 8ന്റെ പണി കാരണം നമ്മൾ ഏറെ നേരം അവിടെ ചെലവഴിക്കേണ്ടി വന്നു. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ മറ്റുള്ള ടീംസും. അങ്ങനെ അവിടുത്തെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സീനറി. നമ്മളിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് ആർമിക്കാരുടെ ക്യാൻറ്റീനിലാണ്. നല്ല രസമുണ്ട് ആക്ച്വലി, നല്ല സൂപ്പർ. ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ്. അല്ലേ ഗായ്സ്, അവിടെ ആർമിക്കാരുടെ സ്റ്റാച്ചു ഒക്കെ കാണുന്നുണ്ടോ? യുദ്ധമൊക്കെ ചെയ്യുന്ന പോലെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. എന്തോ നല്ല രസമുണ്ട്, നല്ല കൂൾ.
അങ്ങനെ നമ്മളെ ഫുഡ് വന്നു, കഴിക്കട്ടെ. ഹേ ഗായ്സ്, അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഡിറാങ് ചോങ് എന്ന അരുണാചൽ പ്രദേശിലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഡിറാങ് പട്ടണത്തിലെ ഒരു ചരിത്ര പ്രസക്തിയുള്ള കൊട്ടാര സമുച്ചയമാണ്. ഇത് തവാങ്ങയ്ക്ക് പോകുന്ന വഴിയിലാണ്. വെസ്റ്റ് കമങ് ജില്ലയിലെ പ്രധാന സാംസ്കാരിക ആകർഷണങ്ങളിൽ ഒന്നാണ്. എന്താണ് ഡിറാങ് ചോങ്? ഡിസോങ് എന്നത് ഭൂട്ടാനിലും ടിബറ്റിലും ഉപയോഗിക്കുന്ന പദമാണ്. അതിന് അർത്ഥം കോട്ട അല്ലെങ്കിൽ നിരീക്ഷണ കോട്ട എന്നതാണ്. ഡിറാങ് ഡിസോൺ എന്നത് പണ്ട് കാലത്ത് പ്രാദേശിക രാജാക്കന്മാരുടെ ഭരണ കേന്ദ്രമായിരുന്നു. ഇത് 19-ാം നൂറ്റാണ്ടിലായി പണിതതാണെന്നാണ് കണക്കാക്കുന്നത്. ഇതിന്റെ നിർമ്മാണ ശൈലി എന്ന് പറയുന്നത് പാറക്കല്ല്, തടി, മൺ തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ്. തണുപ്പും കാറ്റും തടയുന്നതിനായി തടി കൂടുതലായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്നും ആ പഴയ വീടുകൾ നിരവധി കുടുംബങ്ങൾ താമസ സ്ഥലമായി ഉപയോഗിക്കുന്നു. നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഈ സ്ഥലങ്ങളൊന്നും കാണിക്കാണ്ട് നേരത്തെ തന്നെ എന്തിനാ വോയിസ് ഓവർ കൊടുക്കുന്നതെന്നല്ലേ? കാരണം ഞാൻ അതിൽ ഓൾറെഡി ലൈവായിട്ട് വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഇടയിൽ ചിലപ്പം നല്ല നല്ല ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മിസ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കൊടുത്തു എന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ എനിക്ക് ആ ഒരു സ്ഥലത്തിനെ കുറിച്ച് വലിയ ഐഡിയ ധാരണ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയോ പിച്ചമ്പയും പറയുന്ന പോലെയൊക്കെ തോന്നും. നിങ്ങളൊന്നും കാര്യമാക്കണ്ട, കാരണം അറിവില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കാണുന്നത് കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയുന്നതൊക്കെ ഫണ്ണായിട്ട് എടുക്കാൻ ശ്രമിക്കുക. കാരണം അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ എനിക്ക് ഇച്ചിരി കൂടുതൽ സംഭവിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തോ ജയിലെന്നോ അങ്ങനെയാണ് എന്റെ ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ായി പോണേ. അയ്യോ, ആരാണ് വീട്ടിനുള്ളിക്കോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും പട്ടി ഇവിടെ ഒരാളും ജനവാസം ഇല്ലാത്ത സ്ഥലം. ഫൈനലി നമ്മളൊരു ആളെ കിട്ടിയിട്ടുണ്ട്. ആളെ ഞാൻ കാണിച്ചുതരാം. ഹായ്. ഹായ്. ഫ്രം ജംഷേദ്പൂർ, ജാർഖണ്ഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവനും എന്നെ പോലെ ഇവിടെ വന്ന് പെട്ടതാണ്. സത്യത്തിൽ എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങളങ്ങനെ എന്റെ കൂടെ ഒരാളെ കിട്ടിയപ്പോ എനിക്കൊരു സന്തോഷം. ആക്ച്വലി നമ്മളത് എങ്ങോട്ടാ പോകുന്നത് ഒരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞ എനിക്ക് എവിടെ പോയി ഒരാളെ കിട്ടിയപ്പോ ഇല്ലേ, ഏതായാലും ആരുടെങ്കിലും വായന തെറി കേൾക്കുകയാണെങ്കിൽ കൂടെ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം. പക്ഷേ ഒന്നും അങ്ങോട്ടേക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തായാലും 2005 കരകയറാത്ത ആൾക്കാരാന്ന് തോന്നുന്നു ഗൈസ്. കുഴപ്പമില്ല, വാഴ എല്ലായിടത്തും വാഴ ഉള്ളതോട് കുഴപ്പമില്ല. ഇൻസൈഡ് ഇതർ. അയ്യോ അയ്യോ, ഇവൻ ഒളിഞ്ഞു നോക്കുന്ന ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം. നോ വൺ ഈസ് ഹിയർ. അയ്യോ, അവൻ ഒളിഞ്ഞു നോക്കുന്ന ആരുടെ എന്തെല്ലാം അടി മേടിച്ചു തരും മിക്കവാറും. ഐ തിങ്ക് വി ക്യാൻ ഗോ അപ്സ്റ്റെയർ. ഹായ്, അപ്സ്റ്റെയറിൽ കയറി വന്നേക്കാണ്. ഇവിടെ ആരും ഇല്ലേ? നല്ല രസമുണ്ട് ഗായ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി വില്ലേജ്. ഞാൻ നിങ്ങൾക്കൊന്ന് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇവൻ എല്ലാ കണ്ട ഓട്ടകളിലൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഗൈസ്. ഞാനും. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ആകെ ഒരു ചാക്കുണ്ട്.
പിന്നെ ഇതൊക്കെ നോക്കിയ ഒരു റൂഫൊക്കെ കണ്ടോ? ആ ചാക്കിന് എന്തായിരിക്കും? एक जन तो मिला नहीं। मालूम नहीं दे क्या के बारे में बोले तब वो ये नहीं मतलब आप जो जानते हैं यहाँ कब से रह रहे हैं आप? ये बचपन से बचपन से? हाँ। मतलब कुछ तो बताइए यहाँ के बारे में। वो तो यहाँ के बारे में तो क्या बोलते थे कुछ भी बताइए जो आप जानते हो। यहाँ और कोई नहीं रहता क्या? खेती लगी है ना खेती चला गया। ഇവൻ അയാളുടെ മൂട്ടിൽ പോയിട്ടാണ് സംസാരിക്കുന്നത്. മിക്കവാറും ഇവൻ അടി വാങ്ങിക്കും. दिखा सकते हैं? ആരും ഇല്ലല്ലോ ഇതൊന്ന് കാണാൻ. നല്ല രസമുള്ള നമ്മളെ വിളിക്കുന്നുണ്ട്, പോയി നോക്കാം ഉള്ളിൽ എന്തോ ഉണ്ടെന്ന്. ഇവൻ എന്തൊക്കെയോ ഹിന്ദിയിലൊക്കെ പറഞ്ഞായിരുന്നു. अब आपको अंदर से दिखा। सब आपका लकड़ी का है? हाँ लकड़ी का अच्छा, कौन सा लकड़ी का बना हुआ है? वुडलैंड है वुडलैंड कौन सा? वुडलैंड बोलते हैं उसको वुडलैंड। अच्छा, भाई ये देखो ये इनका किचन है। കടന്ന പാടെ കിച്ചണാണ് ഗൈസ്. ये क्या चीज का बर्तन है? ये तो ये टिन लोग ने बनाते हैं इसे ये क्या चीज का बना हुआ है? तांबा? तमाम तब का इसे क्या कहते हैं? ये जो हम लोग का वो लोकल का ये आटा बनाता है ना, अच्छा आटा। आटा बनेगा तो उसी में हम लोग घर बाजे लाश के लिए वो लेके इसी में डाल के ले जाता पहले। अच्छा पहले तो टिफिन नहीं था ना, तो पहले हाँ। एक तो सब्जी जो ये सब में लेता था, सब्जी इसी में बुकता था पहले। अच्छा उसमें ये गुरबू बोलते हैं इसको, गोरबू। गुरबू ये सब लोकल का था ना गुरबू, हाँ हाँ। पूरा तोड़ दिया था ना, अभी थोड़ा वही ये पूरा तोड़ दिया था? ये अंदर अंदर का पहले तो ऐसे बोली बोरा बोरा था अंदर में ना, हाँ हाँ। जैसे भी हम लोग हाइट वाला तो माथा ही लगता। अच्छा हाँ हाँ हाँ। ये सब पूरा काट के भी की, ये सब पूरा चेंज किया था। ये सब हाँ ये सब पूरा इस तरह का काट दिया? बाकी इधर के जो काट दी नहीं तो पूरा बोली बोली था अच्छा तब बोरा बोरा। और ये जब से गोर बनाया वहाँ का सीढ़ी है, ये ऊपर चढ़ने के लिए अच्छा। सीढ़ी जो पूरा बड़ा वाला लाख का ये सब्जी। ओ आठ 800-900 साल का लाख हो गए ये साल भी ये 800-900 कितना साल पुराना है ये सीढ़ी? ഇതില് ഒരു ഫണ്ണിയസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? 800 साल का हो गया। ഇവൻ ഈ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല ഗൈസ്. ये सीढ़ी जो आप देख रहे हो ആ ചെറുക്കനാണെങ്കിൽ ഹിന്ദി അറിയാം, എനിക്കൊരു മണ്ണും തണ്ണിയും അറിയില്ല. പാട്ട വെറൈറ്റീസ് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ, അപ്പൊ നിങ്ങൾ എന്തായാലും കാണാം കേട്ടോ. हम लोग को पुराना का ऐसे होता है। अरे बड़ा छोटा सी So many chapters are there. ये जोन बस्ती में सबसे सीढ़ी बड़ा ये हो। अच्छा सबसे बड़ा सीढ़ी ये पूरा बस्ती में है? കുറച്ചോന് ഞാൻ മിക്കവാറും തെണ്ടും ഗൈസ്. ചെറുക്കനെ കൊണ്ട് തോറ്റുപോയി. ഇവനാണെങ്കിൽ എല്ലാം പിഴിഞ്ഞെടുക്കുകയാണ് അങ്ങനെ കയ്യിൽ നിന്ന്. इसको हम लोग गाम എനിക്ക് ഇത്ര ഓവർ ആവേണ്ട ആവശ്യമില്ലേനു. गम? അമ്മച്ചി എന്തായാലും നനഞ്ഞ് ഇനി കുളിച്ചിട്ട് കയറാം. पूरा हम लोग मक्के ये खबर गेहूं पर इसी में रखते हैं। अच्छा सारा मतलब जितना गेहूं ये सब इसमें रखते हैं? ये देखो भाई लोकल का बक्सा है ये। अच्छा सारा चीज हम इसमें स्टोर किया खुद जाता है? बनाए ये सब्जी। ये सब खुद बनाया? ये हम खुद बनाए। अच्छा ये लोग माँ पिताजी का था ये सब्जी, क्या था? माँ पिताजी ने बना वाला ये था। अच्छा ये मतलब क्या पुश्तैनी है? अच्छा इससे पानी बॉयल हो जाता है। अच्छा बॉयल हो जाता है? वो पूरा इससे मारता है, कोदो पूरा अच्छा इससे मारता है। अच्छा गेहूं को जो मारता है अभी भी इससे मारता है हम लोग। ओ गेहूं और कोदो दोनों इससे मारता है। इसको बोलता है यारजू। यारजू? हाँ अच्छा एक पुराना किसे यहाँ है, एक ये തടപ്പ ഹായ്, നല്ല അരുള്ള തടപ്പ.
നന്ന എന്റെ ഉമ്മ എങ്ങാനും ഇത് കണ്ടാല് ചിലപ്പോ എടുത്തിട്ട് പോവും. जारी मतलब സീന് സാധനം. पूरा ये सब बाल्टी निकल गया ना, तो पूरा बैग निकल गया। पहले जितना हम लोग का लोपानी पूरा इसी में डालता, ഇതൊക്കെ തൂക്കി. പക്ഷേ ഉണക്ക മീനാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. पानी भी रखता था और लोपानी पूरा इसमें डालता था। लो पानी मतलब? वही हम लोग का लोकल ड्रिंक। अच्छा लोकल ड्रिंक। हाँ, वो local। कैसे बनाते हैं लोकल ड्रिंक? उसको ये मक्के जो पीसा की हाँ पीस के उसमें बॉईल करता है, हाँ। बॉईल करके उसमें वही दवाई डाल के रखता था, वही लोपानी बन जाता है। अच्छा वो आप लोग का लोकल ड्रिंक है? बांगछंग बोलता है, भंगचंग। बांगछंग। अच्छा और रोक्सी जो आरा, आरा बोलता है उसको। आड़ा। हाँ, दो चीज बनता है। अच्छा उस समय में ये सब ये जारी जो उस टाइम में तो ये सब नहीं था, बाल्टिंग वल्टिंग नहीं था, बैग नहीं था, पूरा हम लोग का जारी में बोलता था। जारी बोलता है उसको, बहुत बड़ा था पहले तो। अच्छा अभी अभी सब छोटा यूज होता है। 20-30 किलो घुसने के लिए था। 20-30 किलो? हाँ, बाप रे। ना बराबर एक आदमी का लोड पूरा था। ये एक आदमी മതില് का? കണ്ട अरे बाप। उसने ये फौजी लोग ने मांगा था। हाँ उधर में यादगार में ना, हाँ हाँ। वहाँ में रखेगा बोल के बोला है, लेकिन हम वहाँ में 3 ठो दे दिया, बाकी जो इसको फिर रख ऐसे करके पूरा ऐसे मक्के ऐसे निकलता है। अच्छा ये वाला, हाँ। इस निकालने का use निकलने आता के था। लिए ये सब जो भी आटा उटा जो भी ना इसमें जो मक्के है। ये मकई है क्या? हाँ, मक्के है। अच्छा മക്കൈ ചോളം. ഗൈസ് ചോളമാണ് ഗൈസ് ഇത്. ഇവര് ഇങ്ങനെ हाँ, कपड़ा वगैरह ऐसे रखते हैं। अच्छा आप लोग जूते स्टैंड रूम के अंदर ही रखते हैं जूता वगैरह सब? अच्छा हम लोग बाहर रखते हैं। हम लोग यहाँ बाहर रखेगा, आदमी लोग उठा के ले जाते हाँ नहीं हैं। बाहर में रखेगा ना, ले जाते हैं। अच्छा अच्छा ये आप लोग का ये ट्रेडिशनल ड्रेस है ना मोनपा का? हाँ, हम लोग का मुंपा का ड्रेस है। या पहन के दिखा सकते हैं क्या? आप पीनेंगे ना, हम पीनेंगे। आप पहन के दिखाइए, आप पे ज्यादा अच्छा लगेगा। ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ്. നമുക്ക് വേണ്ടി നമ്മളെ ചേട്ടൻ ഇട്ട് കാണിച്ചു തരാണ്. ചേട്ടൻ്റെ പേര് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഫീമെയിൽസിന് വേറെ ഉണ്ട്, ജെൻസിന് വേറെ ഉണ്ട്. ഇവിടെ ഇപ്പം ആരെയും ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ പുറത്തു പോയി. അപ്പം പിന്നെ ചേട്ടനേ ഉള്ളൂ. इसका हम लोग का पेन भी अलग होते हैं। अच्छा पिन भी अलग होता है। इसी का कपड़ा से ना, लेकिन सफेद होता है, लेकिन नहीं बनाता हम लोग तो। चलो ये इसे में ऐसे देखने को अलूम खंजर बोलता है, लड़की का बोलता है शिंका। शिनका। हाँ, जैसे मिक्सी जैसे होता है ना, उसको शिंका बोलता है। और स्वेटर जैसे है उसको तुदुंग बोलता है। तुदुम। तुदुंग दो किस्म का होता है, तुदुंग छालू, लाल को छालू बोलेगा, और ये सफेद को बलुंगू बोलता है। बलून। बलुंगू, बलुंगू। तुदुंग बलुंगू, तुदुंग छालू। अच्छा और शिंका बोलने वाला ये तो कलर एक ही होता है, लेकिन लड़के लोग का पूरा सफेद टिक टिक दे वाला होता है लोकल ड्रेस का। इधर ही होगा ये लड़की। जो यहाँ बांधते हैं ना इसको, ये जो छुदम, ശുദ്ധം. छुदम, हाँ, ये हो गया स्वेटर को ना, ये पहन सकते हैं क्या? ये? उस तरह में। अच्छा അവസാനം ഇവൻ എന്നെ അവിടെ ബലിയാടാക്കി ഗൈസ്. ഓക്കെ ഓക്കെ അവനക്കും ഉണ്ട് അത്ര हम ഡ്രസ്സ്. दोनों फुटी से अच्छा अच्छा ഇവർക്ക് ടാസ്ക് ഇല്ല, പക്ഷേ ലേഡീസിന് നല്ല ടാസ്ക് ആണ്. കാരണം ആദ്യം വന്നിട്ട്, രണ്ടാമത് വന്നിട്ട്, മൂന്നാമത് വന്നിട്ട്, हमसे बराबर है പിന്നെ ഒരു തൊപ്പിയുണ്ട് ഞാൻ കാണിച്ചു തരാം. कपड़ा की ना अच्छा 21 साइज लगता है। कैन यू टेक वीडियो? ഗായ്സ് ഇതാണ് നമ്മൾ കാണേണ്ട സ്ഥലം. ഇവരുടെ അടുത്ത സിറ്റ് ഔട്ടിന്റെ അവിടെ നിൽക്കുമ്പോ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. എന്റെ അല്ലാ, ഒരു രക്ഷയില്ല. अच्छा എന്തായാലും കൊള്ളാം. ഇതോ അപ്പൊ അവിടെ നിന്നൊക്കെ നോക്കുമ്പോ സീനായിരിക്കും അളിയാ, സീൻ. इस लगा देगा ना, हाँ ഓ ഇത് ഇവരുടെ ओह ये जो शूल जैसे अच्छा ये आपका ये भगवान रूम है ना? ഭഗവാന്റെ റൂമാണ് ഗായ്സ്, അവരുടെ പ്രാർത്ഥനാ റൂം. ഞാൻ കേറുന്നില്ല, കാരണം
എനിക്ക് മടിയുള്ളത് കൊണ്ടല്ല, നമ്മൾ അവരുടെ ഒരു ഇത് നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ, അതുകൊണ്ട് മാത്രം ഞാൻ കയറുന്നില്ല. അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. സോ മെനി ബെഡ് പിന്നെ ഇവിടെ കിടക്കുന്നുണ്ട്, നല്ല രസമുണ്ട് ഗൈസ്. ഇവൻ ഓവറാണ് ഗൈസ്, ഇവൻ ഓവറാണ്. എനിക്കത് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് സബൂറ് കിടന്നു. ഇവനുണ്ടല്ലോ ഒരു കുഞ്ഞു സാധനം മുതൽ അങ്ങ് അറ്റുള്ളത് വരെ ചോദിച്ച് എനിക്കാണെങ്കിൽ വല്ലതും മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വല്ലത് കേട്ടോണ്ടിരിക്കാന്ന് പറയാം. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണമില്ല. ഹിന്ദി എത്രയും പെട്ടെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കുറെ ശ്രമിച്ചാണ്, പക്ഷെ നടക്കുന്നില്ല. ഇവിടെ ആർക്കോ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട് ഗൈസ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഓക്കെ, ഞാൻ എന്തായാലും തിരിക്കട്ടെ. നമ്മള് മൂപ്പരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കോളിയും കുഞ്ഞിയും കറങ്ങിവിടെ. ഇതൊക്കെ ഇവിടുത്തെ ഷോപ്പുകളാണ് കേട്ടോ. ഈ ചിഞ്ച് ഒരു ചിഞ്ചിന് മോനെ പുറത്തിരുത്തിയിട്ടാണ് ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജയിലിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണോ ജയില്? ये जो लू बोलता है मतलब। अच्छा, इसको लू बोलते हैं। लू है। पहले क्या होता था, इसने राक्षस बन की ये लू से ना इस खाने का बाद में क्या हो गया, हम लोग का यहाँ लामा डोंगरी मुछे बोलते हैं, उसी ने पूरा उसी को खाया, लामा को भी खाया. ഫൈനലി എൻ്റെ ഗൈഡ് എന്നെ അന്വേഷിച്ച് വന്നു ഗൈസ്. കാരണം കുറേ നേരമായേ, അതുകൊണ്ട് ഞങ്ങൾ തിരിക്കാണ്. ഒരമണിക്കൂറും കൂടി ഉണ്ട് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ. അവരോട് ടാറ്റ ബൈ പറഞ്ഞിട്ട് പോവാണ്. മൂപ്പരെന്നെ കാണാഞ്ഞിട്ടേ ജയിലിലെങ്ങനെ അടച്ചോന്ന് വിചാരിച്ച് കാണും. എനിക്ക് കുറച്ച് കാര്യം അറിഞ്ഞാൽ മതി, കാരണം എനിക്കാകെ ഉള്ളത് കുറച്ച് വ്യൂസാണ്. ഇത്രയും വെറുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉള്ള വ്യൂസും കൂടി പോകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡാറ്റാസ് തുടക്കത്തിലായതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ബോറാക്കാത്ത രീതിയിൽ കൊണ്ടുവന്നേ. അവൻ അങ്ങനെയല്ല ഗായ്സ്, അവൻ ഒരു കുത്ത് കോമ ഒന്നും വിടണില്ല. ചോദിച്ച് അങ്ങേർക്ക് പറയാൻ ഇനി ഇല്ലാന്ന് കണ്ടാലും മൂപ്പര് ചോദിച്ച് അത് അവനക്ക് ചിലപ്പോൾ വ്യൂസ് ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ആകെ കുറച്ച് സബ്സ്ക്രൈബറുള്ള ഞാൻ ലോങ് ആക്കി കഴിഞ്ഞ് ചിലപ്പം അതോടെ ഡിമ്മാവും. സോ എന്തായാലും എനിക്കുള്ളത് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ പോവാണ്. കേട്ടോ ഞാൻ റൂമിലോട്ട് പോവാണ്. നമ്മള് പാലൊക്കെ കേറിയിട്ട് വേണം പോവാൻ. അടച്ചോനെ, ഈ പാലത്ത് കൂടി വണ്ടിയൊക്കെ പോകും ഗായ്സ്. Wow, it's so cool. Sorry.
ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ ടെൻറ്റ്. നല്ല രസമുണ്ടല്ലേ, ക്യൂട്ടായിട്ടുണ്ട്, ക്യൂട്ട്. ടോയ്ലറ്റും കൂടി നോക്കാം. ഓ ഗൈസ് കൊള്ളാല്ലേ. ഇതിൻ്റെ പുറത്തത്തെ വ്യൂ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ടടൈ, ഇതാണ് പുറത്തത്തെ വ്യൂ. ആക്ച്വലി നല്ലൊരു വൈബുള്ള സമയമാണ്. ഞാനിവിടെ പുറത്തെവിടെ ഇരുന്നാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. നല്ല രസം. ആ പാലത്ത് കൂടി വേണ്ട, ആ പാലത്ത് കൂടിയായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു നടന്നിട്ട് അപ്പുറത്തുനിന്ന്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചും കൂടി എന്താ പറയണ്ടേ, എനിക്ക് അറിഞ്ഞൂടാ. ഹേ ഗായ്സ്, അപ്പോൾ ഞാനിതാ റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ജേർണിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചിട്ട് ഈ ഒരു എപ്പിസോഡല്ലേ എന്തുവാടെ, ഒന്ന് നേരെ ഇരിക്കും മകനെ, നേരെ ഇരിക്കേ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ യാത്രനെ കുറിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നാളത്തെ ദിവസമായിരിക്കും. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പ്ലാൻ ഇല്ല. നമ്മൾ അവിടെ നിന്ന് ഇത്രയും ദൂരം എന്താ രാവിലെ ഒരു 8:45 ആയി നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ ഇടയിൽ നമ്മൾ നേരത്തെ വീഡിയോ കണ്ടതിൽ പോലെ ഇടയിൽ സ്പോട്ട് കാണുമ്പോൾ നമ്മൾ ആ സ്പോട്ടിൽ നിർത്തിയിട്ട് കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ എക്സ്പ്ലോറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന നമ്മൾ ട്രാവൽ. ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വേ ഓഫ് ട്രാവൽ. അപ്പം ഭയങ്കര എന്താ പറയുക, നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ ഞാൻ എന്തിനാ ഇത്ര ഓവറാവുന്ന, അല്ലെങ്കിൽ ഓവറായിട്ട് എന്തിനാ ഇങ്ങനെ പറയുന്നത്, ഇതിനെ കുറിച്ച് തള്ളിപ്പറയുന്ന, അങ്ങനെ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, സ്വാഭാവികം. പക്ഷേ ഇവരും, അതായത് ഈ സ്ഥലങ്ങളും ഇച്ചിരി ഓവറാണ്. അതുകൊണ്ടാണ് ഞാനും ഇച്ചിരി ഓവർ റിയാക്ഷൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ ഞാനെന്തോ സ്വപ്നത്തിൽ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ തന്നെയാണ്. എന്താ പിന്നെ എനിക്ക് ഇതിന്റെ കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സാരഥി ഹോളിഡേസിനെ കുറിച്ച് നമുക്ക് പറയാം. എന്തായാലും എന്താ പറയാ, നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട്, ഞാൻ ഒരിക്കലും അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊന്നും ഞാൻ പറയത്തില്ല, പക്ഷെ ഉള്ള കാര്യം പറയാം. കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി നോക്കും തോറും നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് എന്താക്കും, ഡിഗ്രീസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. കുറച്ച് വയസ്സിടുകയാണെന്ന് വെച്ചാൽ നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്ക് എന്താക്കാം, ട്രാവല് സ്മൂത്ത് ആക്കാം. പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ എന്താ പറയാ, നമുക്ക് അത്രയും നല്ലോണം നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള വഴി കൂടി തന്നെയാണ് ഇവർ പ്ലാൻ ചെയ്തതും സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്തിട്ടുള്ളതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം അത്രയും സൂപ്പറാണ് അവരുടെ ആ ഒരു സർവീസും കാര്യങ്ങളൊക്കെ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. കാരണം നിങ്ങൾ എന്റെ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ എവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെ ഇതാക്കി. കാരണം അത്രയും സ്മൂത്ത് ആയിട്ടുള്ള വഴിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും സൂപ്പറാണ്, സൂപ്പർ. അപ്പം ഇന്നത്തെ ജേർണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇല്ല. ഞാൻ എന്തായാലും എന്ത് ചെയ്യണം, എന്താ പറയാ, വ്ലോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും റീൽസിനുള്ള കച്ചിത്തുറുമ്പ് ഞാൻ അപ്പുറത്ത് പോയി നോക്കട്ടെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫാമിലീസ് അങ്ങനെ എല്ലാവരിലേക്കും അയച്ചു കൊടുക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. സോ അത്രേ ഉള്ളൂ. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഗൈസ്.